ഹായ്, ഇന്ന് ഞാൻ പുതിയൊരു ഫുഡ് ഐറ്റമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പഷ്തിത എന്നാണ് അതിൻ്റെ പേര്. കേരളത്തിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കഴിച്ചിട്ടുള്ളത്. ഇവിടുത്തെ അമ്മയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ കുക്ക്. ഞാൻ അമ്മയിൽ നിന്നാണ് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ പഠിക്കുന്നത്. എന്നാൽ നമുക്ക് പഷ്തിത ഉണ്ടാക്കിയാലോ? ഇത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പഷ്തിത പല വെറൈറ്റിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മഷ്റൂം ഇട്ടും പാലക് ചീര പോലെയുള്ള ലീഫ്ലി വെജിറ്റബിൾസ് ഇട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇത്. ഇന്ന് നമ്മൾ കോളിഫ്ലവർ കൊണ്ടുള്ള പഷ്തിതയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം വരുന്ന സോൾട്ടഡ് ചീസ്, പിന്നെ നമ്മുടെ വൈറ്റ് ചീസ്, അതും ഒരു 250 ഗ്രാം. ഇത് നമ്മുടെ കോട്ടേജ് പോലുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന് ഒരു 3 മുട്ട വേണം. പിന്നെ എരിവിന് വേണ്ടി സ്വീറ്റ് ചില്ലി പൗഡർ, അതിനിവിടെ പാപ്രിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പെപ്പർ പൗഡറും വേണം. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള മൈദ പൗഡറാണ്. ഇനിയൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ക്ലീൻ ചെയ്തെടുത്ത കോളിഫ്ലവർ അടർത്തിയെടുത്ത ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 8 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ആക്കിയിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ഇനി അതിലേക്ക് നമ്മുടെ സോൾട്ടഡ് ചീസും വൈറ്റ് ചീസും മുട്ടയും എല്ലാം കൂടെ പൊട്ടിച്ചിട്ടിട്ട് നമ്മുടെ കോളിഫ്ലവർ ചെറിയ പീസസ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഉടച്ച് യോജിപ്പിച്ച് എടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ 2 സ്പൂൺ മൈദ പൗഡറും ചില്ലി പൗഡറും പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മളിതിലൊരു 100 ഗ്രാം ഗ്രേറ്റഡ് യെല്ലോ ചീസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നിഞ്ച. നമ്മൾ ഇതിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യണം. ബേക്കിംഗ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും റീഹീറ്റ് ചെയ്യാനും എല്ലാം ഓപ്ഷനുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ബട്ടർ പേപ്പർ ഇട്ട് ഫോയിൽ കണ്ടെയ്നറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പം നമ്മൾ അതിൻ്റെ ഹീറ്റ് ഒന്ന് 150ലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 25 മിനിറ്റ്സ് ആകുമ്പം ഇതുപോലെ ഒരു ടൂത്ത് പിക്കർ വെച്ച് ഒന്ന് കുത്തി നോക്കി അതിൽ വെള്ളത്തിൻ്റെ അംശമില്ലെന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി പഷ്തിത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.